ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ 8:45 ആയപ്പോഴേക്കും എണീച്ചു കേട്ടോ. പിന്നെ അങ്ങോട്ട് എണീറ്റ് വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി നമുക്ക് പത്രം വായിക്കാം. ഇന്ന് പത്രം വായിക്കാണ്ട് ഈ ഫുഡ് കഴിക്കാൻ ടൈമായി ആൻറ്റി വിളിക്കുന്നുണ്ട്. നല്ല മസാല ദോശ വിത്ത് ചട്നിക്കറി. ഇതാ നല്ല നെയ്യിന്റെ മണമുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. നല്ല അടിപൊളി മസാല ദോശ. ഇനി കഴിച്ചുകൊണ്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. 3 മസാല ദോശ കഴിച്ചു ആസ് യൂഷ്വൽ. പിന്നെ കുറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട്, 3-4 ഷോർട്സ് എഡിറ്റ് ചെയ്യാണ്ട്, പിന്നെ ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പൊ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. പിന്നെ അതാ ശ്രേയിച്ച് ഇപ്പൊ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവാണ്. ശ്രേയിച്ചും മനോരപ്പാപ്പനും അവരൊക്കെ പോയി വന്നിട്ട് അതിനുശേഷം കാണിക്ക് കുറച്ച് കൂടുതൽ എഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഗൈസ് ഞാനും ശ്രേയിച്ചിന്റെ കൂടെ അങ്ങ് വന്നു. ഇതാ പാപ്പനുണ്ട്. ഞങ്ങള് നേരെ ചേച്ചീനെ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് പാപ്പന്റെ ഓഫീസ് കാണാൻ കൂടി പോവുകയാണ് ഇവരെ കൂടെ. അപ്പൊ ഓക്കെ ഗൈസ്, പോകുന്ന വഴിക്ക് വെച്ച് കാണാം. ഗൈസ് ഞങ്ങള് ലാൻഡായി. ഇനി പാപ്പനും കൂടി ഒന്ന് വണ്ടിയൊക്കെ നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വരണം ഗൈസ്. അങ്ങനെ ശ്രേയിച്ചിനെ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു ഡോക്ടർ. അതെ, ഡോക്ടർ ഫൈസൽസ് റിലീഫ് സെന്റർ. ഗൈസ് ഇതാണ് പാപ്പന്റെ ഓഫീസ്, വിഷൻ ടവർ. കേറട്ടെ ഗൈസ്. സെക്കൻഡ് ഫ്ലോറിലെത്തി. പാപ്പന്റെ പേരെന്താ? മനോഹരൻ. സ്റ്റുഡിയോ വെച്ചിട്ട് ഇങ്ങനെ ഈ പച്ചലൈറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആക്കാം. അവിടെ പോയി നിൽക്കുന്ന ഏരിയ ബീച്ച് ആക്കാം. ക്രോമ കട്ട് ചെയ്യാം. മനസ്സിലായി. ഞാൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പച്ച ഡ്രസ് ഇട്ടുകൊണ്ട് വർക്കാവില്ല. കൺട്രോൾ റൂമാണ്. ബിൽഡിങ്ങിന്റെ ടോപ്പിലെത്തി. റൂമുണ്ട്, ബെഡ്റൂമുണ്ട്. ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടെ ഓഡിറ്റോറിയം. എനിക്കറിയപ്പോലെ ലിഫ്റ്റിൽ പോയാലും ഓക്കെ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി തിരിച്ചു പോകുന്ന വഴി കാണാം. ഞങ്ങൾ മാളിൽ വന്നിരിക്കുകയാണ്. ഞങ്ങള് മാളിൽ പോയി ഡ്രീം കേക്ക് മേടിച്ചു. പിന്നെ എന്തായാലും നമ്മൾ മേടിച്ച് ഇങ്ങനെ ഐസ്ക്രീം മേടിച്ചു. പിന്നെ ചിക്കൻ മേടിച്ചു. പിന്നെ ഒരു കുപ്പി കോൾഡ് കോഫി മേടിച്ചു. അത്ര കേസ്. നീ നേരെ വീട്ടിലേക്കല്ലേ പാപ്പ? ഓക്കെ, ഇനി നേരെ വീട്ടിലേക്ക്. ഓക്കെ, വീട്ടിൽ നിന്ന് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ 2 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഞാനങ്ങനെ
വിശന്ന് വന്നോണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. കുഴപ്പമില്ല, ഇനി അടുത്ത ഫുഡ് കാണിച്ചു തരാം. അതിന് ചോറും ചിക്കനും, പൊരിച്ച ചിക്കനും, പിന്നെ നമ്മളവിടെ നിന്ന് മേടിച്ചില്ല അതും, പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും, പിന്നെ പച്ചടി ഇല്ലേ, പച്ചടി, പപ്പടം, ഇതൊക്കെ ആയിരുന്നു ഫുഡ്. അത് ഞാൻ കുറെ കഴിച്ചു, നല്ല ഹെവി ഫുഡായിരുന്നു. ഇപ്പൊ ഇന്ന് ആണെങ്കിൽ എനിക്ക് എഡിറ്റിംഗ് പരിപാടി ഒന്നും നടന്നില്ല. ഞങ്ങൾ നേരെ രാവിലെ തന്നെ അല്ലെ ശ്രമിച്ച് പോയതിനു ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇനി കുറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് ഇന്ന് നല്ലൊരു ബിസി ഡേ ആയിരുന്നു. അപ്പൊ ഇനി കുറച്ച് എഡിറ്റ് ചെയ്യട്ടെ ഗൈസ്, അതിനുശേഷം കാണാം. ഓക്കെ. അപ്പൊ ഗൈസ് അപ്പൊ കൃത്യം സമയം 5:30 ആയിട്ടുണ്ട്. എഡിറ്റിംഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ചായ അടിക്കാൻ പോവാണ്. ശ്രമിച്ച് ചായക്ക് നല്ല പഴംപൊരി മെയ്ഡ് ബൈ ആന്റി. അപ്പൊ അത് കഴിച്ചിട്ട് കാണാം ഗൈസ്. സോറി ഗൈസ്, ഒരു തിരുത്തുണ്ട്. ബൂസ്റ്റ് ആണുള്ളത്, ചായ അല്ല. ആന്റി ഉണ്ടാക്കുന്ന ബൂസ്റ്റ് ഒക്കെ നല്ല ഉഷാറ് ഉഗ്രൻ ബൂസ്റ്റ് ആണ്. അപ്പൊ കുടിച്ച് കാണിച്ചത് ചൂടുണ്ട്, അപ്പൊ നാക്ക് ഉഷാറായിട്ട് ഇപ്പൊ കത്തിപ്പോയ ഗൈസ്. ഇപ്പൊ സമയം 6:50 ആയിട്ടുണ്ട്. കട ഗൈസ് എന്നിട്ട് ഒരു വലിയ ഇരുട്ടൊന്നുമില്ല, നല്ലൊരു വെളിച്ചുണ്ട് എല്ലായിടത്തും. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ട്രെയിന് പോയി ഗൈസ്. കീർത്തനേച്ചി വിളിച്ചതാണ്. ഇപ്പൊ 7 മണി കഴിഞ്ഞ് ഞാൻ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോ കീർത്തനേച്ചിനെ അങ്ങോട്ട് വിളിച്ചിനി. കീർത്തനേച്ചി സുഖല്ലേ? ഓക്കെ. നാളത്തെ വ്ളോഗിൽ വന്നിരിക്കും, വരുത്തിയിരിക്കും. ഓക്കെ ഗൈസ്, കീർത്തനേച്ചി ബൈ പറ. ബൈ ബൈ. അപ്പൊ ഗൈസ് ഇനിയും കുറച്ചുകൂടി ഇപ്പൊ 8:10 സമയം. ഇനിയും കുറച്ചുകൂടി എഡിറ്റിംഗ് പരിപാടികളുണ്ട്. അതിനുശേഷം നമുക്ക് ഡിന്നർ കഴിക്കുമ്പോ കാണാം. അപ്പൊ ഗൈസ് ഡിന്നർ നൂഡിൽസ് ആണ്. അപ്പൊ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിടന്നിറങ്ങും, ചിലപ്പോൾ ലുഡോ ഒക്കെ കളിക്കും. അത്രയുള്ള ഗൈസ്, ബൈ. ഇനി അടുത്ത ഡേ ഇൻ മൈ ലൈഫില് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്. ഡിന്നർ കഴിക്കട്ടെ, കൊതിയാവും.